ഹലോ, ഇന്ന് കോട്ടയത്തേക്കാണ് യാത്ര. എൻ്റെ നാത്തൂൻ്റെ മകൻ്റെ എൻഗേജ്മെൻ്റാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. ഫുഡോ കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചായയെങ്കിലും കുടിച്ചില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വന്ന പാടെ അത് കാരണം ചായ ഓർഡർ ചെയ്യുകയും ചെയ്തിട്ടോ. എനിക്ക് രാവിലെ തന്നെ ഒരു പാൽച്ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന. അന്നത്തെ ദിവസം ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നും. ഉമ്മച്ചിയും ഞാനും ബട്ടൂരയും അതുപോലെ വാപ്പിച്ചി കാക്കയും വെള്ളയപ്പവും കടലക്കറിയാണ് പറഞ്ഞത്. ഇവർക്ക് വേഗം കിട്ടി. നേരത്തെ ചുട്ടു വെച്ചതാണെന്ന് തോന്നുന്നു. ഇവർക്ക് രണ്ടുപേർക്കും വേഗം കടലക്കറിയും കിട്ടി, വെള്ളയപ്പവും കിട്ടി. പക്ഷേ എൻ്റെ ഉമ്മച്ചിരി ഇച്ചിരി ടൈം എടുത്തു. ഞങ്ങൾ അതാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഉമ്മച്ചി ഒന്നല്ലെങ്കിൽ നെയ്റോസ്റ്റ് അല്ലെങ്കിൽ ബട്ടൂര. അങ്ങനെ ഈ തള്ളു പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ഞങ്ങളുടെ ബട്ടൂര വന്നു. നല്ല ചൂടായിരുന്നു. എനിക്കിവിടുത്തെ കറി ഇഷ്ടമായില്ല. പക്ഷേ ബട്ടൂര ആയതുകൊണ്ട് എൻ്റെ മോനൊന്നും പറയാണ്ട് കഴിച്ചോളും. അതായത് വാരിക്കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇതായ കാരണം വേഗം വായിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോക്കുള്ളൂ. അതാണ് ബട്ടൂര മെയിൻലി ഓർഡർ ചെയ്യാൻ കാരണം. കണ്ടില്ലേ വാ തുറന്നു തന്നത്. അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിച്ചത് ഈ ഒരു ഹോട്ടലിൽ നിന്നാണ്. നേരെ ഓപ്പോസിറ്റാണ് വണ്ടി കിടക്കുന്നത്. സോ ക്രോസൊക്കെ ചെയ്ത് നമ്മൾ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. വെളുപ്പിനായ കാരണം ഉറക്കക്ഷീണം നല്ലോണം ഉണ്ട്. എന്നാലും അതൊന്നും മൈൻഡ് ചെയ്യിക്കാണ്ടാണ് യാത്ര. പിന്നെ എൻഗേജ്മെൻ്റ് ആണല്ലോ, അതിൻ്റെ ത്രില്ലും കാര്യങ്ങളാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. അവിടെ എത്തിയാൽ ഇനിയും ഭയങ്കര ഹാപ്പി ആവുള്ളൂ. ഇത്തവണ ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നു. അത് കാരണം എന്തേ വന്ന പാടെ റൂമിൽ കയറി ഇവരെല്ലാവരും റെഡി ആവുന്ന ടൈമാണ്. ചായയൊക്കെ കുടിക്കണം. ആ ഒരു ടൈമിലാണ് ഞങ്ങൾ നേരത്തെ ചായയൊക്കെ കുടിച്ച് വന്നായിരുന്നു. ഇവർ ഒരുങ്ങണേൻ്റെ തിരക്കിലായിരുന്നു. വേറൊരു പരിപാടി ഉണ്ടായില്ല. ഇത് കണ്ടില്ലേ, പുറകിലൊക്കെ മുടി കെട്ടുന്നു, കണ്ണെഴുതുന്നു, അങ്ങനത്തെ പരിപാടിയാണ്. ഇതേ അകത്ത് നിന്നിട്ട് സ്ഥലമില്ലാത്ത കാരണം പുറത്ത് പോയാണ് ഇപ്പം അതേ കണ്ണെഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആർക്കൊക്കെ ഉള്ള സ്വഭാവമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം മിക്കപ്പോഴും കണ്ണെഴുതി തുടങ്ങുന്നത് ഒരു സ്ഥലത്തു നിന്നാണ്. ഈ കണ്ണെഴുതി തീരുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ വെച്ചായിരിക്കും കണ്ണെഴുതി തീരുന്നത്. ഇവിടെ കണ്ണെഴുത്താണ് ഈ കാണുന്നത്. ഓ, ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എനിക്ക് പാലിട്ട് കൊടുക്കാൻ അറിയില്ല. അടിയിൽ നീ തന്നെ തുടച്ചാൽ മതി. വേർത്ത് ഞാൻ തുണി വെച്ചിട്ടേ നിന്റെ കൈ കൊണ്ട് അത് നാച്ചുറൽ ഗ്ലോ ആണ്. ഇതൊക്കെ എന്നാലും ഇവിടെ നിന്ന് പണ്ടത്തോട്ടല്ലല്ലോ ഇപ്പൊ പറയാൻ കിട്ടുള്ള അടി കൊറേ നാളായില്ലേ. ഇപ്പൊ പറയുമ്പോ ഭയങ്കര ചമ്മ. ഞങ്ങളെങ്ങനെ നിശ്ചയത്തിനൊരുങ്ങയാണ്. കൊറേ നാളത്തെ ശേഷം. അതെ, ഞാൻ വന്നതിന് ശേഷം ആദ്യത്തെ അല്ലേ? വന്നതിന് ശേഷം ആദ്യത്തെ മൊത്തം നമ്മള് വീട്ടിലെ ആദ്യത്തെ നിശ്ചയം. അതായത് കസിൻസില് ഫസ്റ്റ്. അതെ, സാധാരണ അതിന്റെ എന്താ ഒരുക്കം കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് എങ്ങനെയായിരിക്കും? അത് ഞാൻ അയച്ചുതരാട്ടാ. കണ്ണട നേരിട്ട് നോക്കുമ്പോ കുഴപ്പമില്ല. പക്ഷെ ഇതിൽ കാണുമ്പോ വലിയ സുഖമില്ല. ചെസ് നമ്പർ 1 2 എവിടെ? 3 എവിടെയാണ്? ത്രീയുടെ താഴെ വരെ ഫോട്ടോ എടുക്കേണ്ട ഒരു ഫുള്ളിട്ടണെങ്കിൽ. ഉള്ളിൽ തന്നെ ഇരിക്കണേ. ചെരിപ്പതിന് നമ്മള് പുറത്തേക്ക് ഇറങ്ങോ? പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ ചാൻസ് കുറവാണ് വളരെ. പിന്നെ ഈ ഡ്രസ് ഇട്ട ഫോട്ടോ എടുക്കാല്ലോ. പഠിക്കാരെ ഫോട്ടോ എടുക്കാലോ. എവിടെ ചെരുപ്പ്? കൊള്ളാം. ഹീലാണ് കുറച്ച് പൊക്കം വെച്ചത്.
വേണ്ട അതെന്നോട് വേണ്ട. ഞാൻ ഹീൽസ് ഇട്ട് ഇതിലെ പക്കം വെക്കുവാ. ഹീൽസ് ഇട്ടിട്ട് എന്റെ അത്ര ആയിട്ടുള്ളൂ കേട്ടാ. എനിക്ക് പൊക്കം വെക്കാൻ ടൈമില്ല. അത് നിന്റെ അടുത്ത് ആ ഒരു പറഞ്ഞിട്ടാണ് നിനക്ക് ഓവറായിട്ട് തോന്നണേ. എനിക്ക് പക്ഷെ ചുരിദാറുകളെല്ലാം ഇഷ്ടായി. കളർ എങ്ങനെയുണ്ട്? കളറൊക്കെ സെറ്റ്. അവൾ നല്ലതാന്ന് പറയിക്കാൻ വേണ്ടി രണ്ടോന്നാണ് ചോദിക്കണ്. എനിക്ക് നല്ല ഇഷ്ടായി. ഇത് മറ്റേ ഇത് വേഗം തുരുമ്പ് പിടിച്ചു. ഇതിപ്പോ 200. ഏതാണ്? എവിടെന്നാ? ഓൺലൈനാണോ? കമ്മലൊന്നും കാണാത്തവർ ഇങ്ങനെ വെച്ചാലോ. ഇത് അത്യാവശ്യം നാശമായി. ഇങ്ങടെ വന്നേ കമ്മല് രണ്ടേരം കാണിച്ച്. ആമിക്കാ ഇതില് ഈ ലേസിന് പറ്റിയ കമ്മല ഞാൻ നിനക്ക് കാണിച്ചു തന്നത്. നീ ആ കമ്മല് സിമ്പിൾ. ഇത് ഡയമണ്ട് ഓടി. പക്ഷെ അത് നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞാൻ കമ്മല് മാറ്റാൻ പോവാണ് ഗൈസ്. ഇതിട് അല്ലേ ഈ ലേസിന് ചേരും. എടടി ആ കമ്മല് എന്നെ എനിക്ക് വയ്യ. എന്നിങ്ങനെ നാണം കടത്തല്ലേ. ഇതല്ലേ ഭംഗി. എനിക്ക് കിട്ടൂല. പിന്നീടുള്ളതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അവിടെ നിന്ന് വരുന്നു, വാക്കുറപ്പിക്കുന്നു, പോകുന്നു. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഇതായിരുന്നു. മെയ് 4. കല്യാണം സെറ്റാക്കും, കളറാക്കും. ഞങ്ങൾ ഡാൻസ് ഒക്കെ അവിടുത്തെ തിരക്ക് കഴിഞ്ഞോടുകൂടി നേരെ അവക്കാഡോ തോട്ടത്തിലേക്ക് പോയത്. അവിടെ പൂട്ട് തുടങ്ങിയിട്ടുള്ളൂ. അതിന് സീസൺ ആവണുള്ളൂ. ആലുവ ഇഷ്ടം പോലെ പോകും. ഇത് പക്ഷികൾ തിന്നും. പിന്നെ വെൽക്കം ഡ്രിങ്ക് ബാലൻസ് ഉണ്ടായത് ഇതേപോലെ ഓരോ ഗ്ലാസ് വെച്ച് എടുത്ത് കുടിച്ചു. ഫുഡ് കഴിച്ചിട്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. ഒന്നാമത് നല്ല ഹെവി ചൂടായിരുന്നു. അപ്പോൾ ഇത് നല്ല തണുത്ത സൂപ്പർ ടേസ്റ്റിലുള്ള സംഭവമായിരുന്നു. സോ നമുക്ക് അതൊന്നും നോക്കിയില്ല. അത് കഴിഞ്ഞ് അതെല്ലാം തിരക്ക് കഴിഞ്ഞത് ഉള്ള ബാലൻസ് ഉള്ളതെല്ലാം പാത്രത്തിലും എന്താ പറയുക ഓരോരുത്തർക്ക് കൊടുത്തു പറഞ്ഞ തിരക്കിലൊക്കെയാണ്. പോരാത്തതിന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഓരോ പാത്രങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ ഇവിടെ ഉള്ളതെല്ലാം ക്ലീൻ ചെയ്യണം. പുറത്ത് ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് തുടങ്ങിയിട്ടോ. ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണം മാറണേക്കാളും മുമ്പ് നമ്മളൊരു കട്ടൻ ചായ എന്തായാലും കുടിക്കും. അതുപോലെ ഇരുന്ന് കട്ടൻ ചായ ഉറപ്പിക്കുന്നതാണ് ഇവർ. അതിൻ്റെ ഇടയിൽ പാക്കിങ് നടക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. അടുത്ത കല്യാണത്തിലേക്കുള്ള കൂടുതൽ എന്താ പറയുക എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഡ്രസ്സ് വേണം, എന്തൊക്കെ ഇതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് കൊള്ളാം.
പൊടി അതെടുക്കണേ വയ്യാത്ത ബൈ കോണ്ടേക്കാകാ അൽത്താഫിന്റെ മറ്റേ ചെരുപ്പിലൊന്നും ഇടണ്ട കീഴിലിട്ട് എനിക്ക് അവിടെ ഇവിടെ ഐസ്ക്രീം ഇറങ്ങിപ്പോയി എന്താ നോക്കെ കൊള്ളാടി നല്ല മാറ്റിട്ടുണ്ട് ആ ഇത് അല്ലടി എന്താണ് വന്നിട്ടില്ലേ അന്ന് ശലമ്പായിരുന്നില്ലേ അതല്ലേ ഏതാ അങ്ങനെ നമ്മള് താരയുടെ മൊട്ട് കണ്ടിട്ട് ഇവിടെ വലിയൊരു കുളമാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കണേ താമരയുടെ. അപ്പൊ അത് കണ്ടിട്ട് എവിടെയും നിർത്താതിരിക്കാന്ന് തോന്നുള്ളത്. കാരണം ഞാൻ കാക്കാനൊക്കെ വല്ല വഴിക്കൊക്കെ വിട്ട് ഞാൻ ഒറ്റയ്ക്ക് കണ്ട ഈ പരിസരത്തൊന്നും ആരുമില്ല. ജസ്റ്റ് ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഈ പിങ്ക് താമരയില്ലേ അതിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ക്യാമറയിൽ അത്രയും പകർത്തിയെടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ അകത്തേക്ക് കയറണേട്ടോ നമുക്ക് തയ്യായിട്ട് പറിച്ചു തരുമോ? കുമരകം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാമോ നമുക്ക്? നമുക്ക് കയറി നോക്കാം. ഇവിടെ കയറോ കേട്ടില്ലെന്നൊന്നും അറിയാൻ പാടില്ല. നമുക്ക് നോക്കാം. ചാമ്പക്കാണ് 10 മണി ആറ് പോയി. കുറച്ച് വിത്ത് വാങ്ങണം. കിട്ടുമെന്ന് നോക്കാം. അകത്തേക്ക് പ്രവേശനമില്ല. കൂൺവിത്ത് മത്സ്യക്കുഞ്ഞുങ്ങൾ നോക്കി ഞാൻ കൊടുക്കാനുള്ള ഇവിടെ വർക്ക് ചെയ്യണവർക്ക് അപ്പം അതാണ് നമ്മൾ തിരിച്ചു പോയത്. ഇവിടുത്തെ ഓരോ സ്പോട്ട് കാണുമ്പോൾ ഞാൻ മാത്രം ഇറങ്ങി നടക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ ഒറ്റക്കുള്ളൂ. ഇപ്പം ഇവിടെ ബോട്ടിൻ്റെ നമ്മൾ കുമരകത്താണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഇവിടെ ബോട്ടിൻ്റെ ഭയങ്കര പരിപാടിയുണ്ട്. അത് ഞാൻ കാണിച്ചത്. ഇവിടുത്തെ നല്ലൊരു സൺസെറ്റും കണ്ട് നമ്മുടെ എൻഗേജ്മെൻറ്റ് പരിപാടികളൊക്കെ തൽക്കാലം ക്ലോസ് ചെയ്ത് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ആർപ്പുകര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ബ്രിഡ്ജിലാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇനി കൊച്ചി. ബൈ ഗായ്സ്, അടുത്ത വ്ളോഗിൽ കാണാം.